വ്യക്തമായിട്ട് ഉറങ്ങുന്ന സമയത്ത് മുകളിലേക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് ജരാസന്ധന മലയ്ക്ക് ചുറ്റും തീ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൊണ്ട് അവിടെ ഉണ്ടായില്ല. അവിടെ നിന്ന് മലഭാഗത്തിൽ കൂടെ നേരെ ദ്വാരകയിലേക്ക് എത്തിച്ചേരാണ്. അങ്ങനെ ദ്വാരകയിലിരിക്കുന്ന സമയത്താണ് ഈ രുക്മിണി സൈമൻ എന്ന കഥയിലേക്ക് നമ്മൾ പോകുന്നത്. ഭീഷ്മരൻ എന്ന രാജാവിന് 5 പുത്രന്മാരും ഒരു പുത്രിയും മനസ്സുകൊണ്ട് കൃഷ്ണ അങ്ങയെ ഞാൻ വരിച്ചിട്ടുണ്ട്. രൂപം കൊണ്ടും സൗന്ദര്യം കൊണ്ടും വയസ്സുകൊണ്ടും എല്ലാം അങ്ങേക്ക് യോജിച്ചവളാണ് ഞാൻ. മാത്രമല്ല അങ്ങയുടെ പത്നിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പുണ്യകർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് വന്ന് എന്നെ സ്വീകരിക്കണം. ശിശുപാലന്റെ മുമ്പിൽ എൻ്റെ തല നീക്കിക്കൊടുക്കെന്ന് പറയുമ്പോഴാണ് ഉറക്ക ബ്രാഹ്മണൻ രുക്മിണിയുടെ സന്ദേശം വായിക്കുന്നത്. വായിച്ചു കേട്ടതോട് കൂടിയിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഞാനും വളരെ നാളായിട്ട് രുക്മിണിയെ തന്നെ ചിന്തിച്ചിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ തന്നെ രുക്മിണിയുടെ അടുത്തേക്ക് പോകാമെന്ന്. ഈ രുക്മിണി അതിന്റെ സന്ദേശത്തിൽ ഒരു